യഥാർത്ഥത്തിൽ ഇന്നലെ ഉള്ള ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കേണ്ടിയിരുന്നത്. ഇന്നലെ തൃശ്ശൂരിലും അതുപോലെ തന്നെ എറണാകുളത്തുമൊക്കെ ചില പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ട് ഇന്നലെ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നിർബന്ധമായും ഈ ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് മനസ്സിലാഗ്രഹമുള്ളതുകൊണ്ടാണ് ഇന്നലെ പങ്കെടുക്കാൻ കഴിയാതെ പോയതിൻ്റെ പേരിൽ ഇന്ന് ഇവിടെ വന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ചടങ്ങിന് അതിൻ്റെതായ പ്രത്യേകത കൂടിയുണ്ട്. ഇന്നിവിടെ സമൂഹ വിവാഹമാണ് നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളിലൊന്നാണ്. പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറം അതിൻ്റെ ആണ്ട് നേർച്ച 102ാമത് കൊണ്ടാടുമ്പോൾ ആ 102 വർഷങ്ങളിലൂടെ കടന്നു വന്ന് ഓരോ വർഷവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി പുത്തൻപള്ളി ജാറവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ് ഇന്ന് ഇവിടെ നടന്ന ഈ സമൂഹ വിവാഹം എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. സ്വാഭാവികമായും ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് വളരെയധികം ചടങ്ങുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പെരുമ്പടപ്പ് പുത്തമ്പള്ളി എന്ന് പറയുന്നത് ഇന്ന് പെരുമ്പടപ്പ് മാത്രമോ അല്ലെങ്കിൽ പൊന്നാനി മാത്രമോ ഉള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമല്ല. ഇന്ന് കേരളത്തിനകത്ത് എല്ലാ ഭാഗങ്ങളിലും ഇന്ന് പെരുമ്പടപ്പ് പുത്തൻപള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ്. കേരളത്തിന് പുറത്തും ഇന്ന് പെരുമ്പടപ്പ് പുത്തൻപള്ളി അറിയപ്പെടുന്ന ആരാധനാലയമാണ്. ആരാധനാലയങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ അത് പള്ളിയായാലും ക്ഷേത്രമായാലും മനുഷ്യന്റെ ആശ്രയ കേന്ദ്രങ്ങളാണ്. മനുഷ്യന്റെ മനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ വന്ന് നമ്മുടെ പ്രയാസങ്ങൾ ഉണർത്തിക്കേണ്ട കേന്ദ്രങ്ങളാണ് ആരാധനാലയങ്ങൾ. ആ ആരാധനാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലമാകുമ്പോൾ മനസ്സിന്റെ ശാന്തിയും അതോടൊപ്പം തന്നെ മറ്റ് രീതിയിലുള്ള സഹായം കൂടി നൽകാൻ കഴിയുമ്പോഴാണ് ആരാധനാലയം അതിന്റെ പൂർണ്ണമായ തലത്തിലേക്ക് പോകുന്നത്. ഇവിടെ പെരുമ്പടപ്പ് പുത്തൻപള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് മാനസികമായ ശാന്തിയും സമാധാനവും അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുമൊക്കെ ലഭിക്കുമ്പോൾ തന്നെ ഇവിടെ പെരുമ്പടപ്പ് പുത്തൻപള്ളി കമ്മിറ്റി അതിനപ്പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ചുറ്റും നമ്മുടെ മുന്നിലും ഇന്ന് നമുക്കറിയാം വലിയ മാറ്റവും നേട്ടവും ഒക്കെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായ വളർച്ച പഴയ പോലെയല്ല, ഒരുപാട് വലിയ മാറ്റങ്ങളുണ്ടായി. ഇന്ന് ആ മാറ്റങ്ങളൊക്കെ നമുക്കുള്ളപ്പോഴും നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഇപ്പോഴും വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എല്ലാ രീതിയിലും എല്ലാ സഹായവും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടി ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാരുണ്യ പ്രവർത്തനമാണ്, ദൈവിക പ്രവർത്തനമാണ് എന്നുള്ള കാര്യം സംശയമില്ല. ഇവിടെ പുത്തമ്പള്ളി കമ്മിറ്റി ഇന്ന് നടത്തുന്ന ഈ സമൂഹ വിവാഹം അതിലൊന്നാണ്, പല പ്രവർത്തനങ്ങളുടെ ഒന്നാണ്. തീർച്ചയായും നമുക്കറിയുന്ന വിവാഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും കോടികൾ ചെലവഴിച്ച് ആഡംബരം നടത്തി വിവാഹം നടത്തുന്നവരും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഒരു വിവാഹം നടത്തുവാനുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്തരം ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നിടത്താണ് ഏറ്റവും വലിയ കാരുണ്യം, ഏറ്റവും വലിയ ദൈവികമായ പ്രവർത്തനം. ആ ഒരു പ്രവർത്തനത്തിനാണ് പുത്തൻപള്ളി കമ്മിറ്റി ഇന്ന് ഈ സമൂഹ വിവാഹത്തിലൂടെ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് വിവിധ പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പാക്കുന്നു. അതുവഴി പുത്തൻപള്ളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 102 വർഷം ആണ്ട് നേർച്ചയുടെ 102 വർഷം പിന്നിടുമ്പോൾ ഇന്ന് ഓരോ വർഷം കഴിയും തോറും അത് വളർന്ന് കൂടുതൽ ജനങ്ങളിലേക്ക്, കൂടുതൽ വിശ്വാസികളിലേക്ക്, എല്ലാ മതത്തിലുമുള്ള വിശ്വാസികളിലേക്ക് ഇതിന്റെ ഈ പുത്തൻപള്ളിയുടേതായ ഒരു പ്രഭ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു വിശ്വാസ്യത വരുന്നു എന്ന് പറയുന്നത് തന്നെ ഈ സ്ഥാപനത്തിൻ്റെതായ ആത്മീയമായ പരിവേഷത്തിന്റെ ഒരു ഔന്നത്യമാണ് അത് കാണിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാനും ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. 102 വർഷം കൊണ്ട് തീർച്ചയായും പുറകോട്ടല്ല, മുന്നോട്ട് പോകുന്നു. കൂടുതൽ ശക്തിയോടുകൂടി വിശ്വാസികൾക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഭൗതികമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുന്നതിന് ഞാൻ ഈ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ കൂടി ഈ സന്ദർഭം
വിനിയോഗിക്കുകയാണ്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പെരുമ്പടപ്പ്, പുത്തൻപള്ളി, ജാറം ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ആശ്വാസവും ആശ്രയം നൽകുന്ന ഈ സ്ഥാപനം നാൾക്ക് നാൾ വളരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ മനുഷ്യരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, ദൈവികമായ ഒരു പിന്തുണയും ഒരു അനുഗ്രഹവും പുത്തൻപള്ളിക്ക് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തിയോടുകൂടി കൂടുതൽ ഔന്നത്യത്തിലേക്ക് ഈ സ്ഥാപനം പോകുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും ആശ്വാസവും നൽകുന്ന കാര്യമാണ്. ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറത്തിന്റെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുള്ള ഈ സമൂഹ വിവാഹത്തിന് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ആഭരണം കൈമാറലാണ് ആറാമത്തെ ആൾക്ക്. അതിനുവേണ്ടി ആഭരണം കൈമാറുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ സാർ അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരിക്കുന്നതിനു വേണ്ടി കുഞ്ഞിമോൻ ചീരമ്പത്തയിൽ അവറുകളെയും ചിരപ്പറമ്പിൽ അവറുകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ വന്ന് സ്വീകരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഭക്ഷണം കഴിച്ചതിന് ശേഷമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അടുത്തതായി ഒരു ക്യാഷ് കവറ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖത്തീബ് അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. കുഞ്ഞിമോൻ ചീരമ്പത്തയിൽ പെട്ടെന്ന് വന്ന് ബന്ധപ്പെടുക. കുഞ്ഞിമോൻ ചീരമ്പത്തയിൽ, മുഹമ്മദ് അലി ചെരപ്പറമ്പിൽ, അബൂബക്കർ ചീരമ്പത്തയിൽ, കുഞ്ഞിമോൻ ചക്കൂട്ടയിൽ, അബ്ദുള്ളക്കുട്ടി എന്ന കുഞ്ഞിമോൻ ബഷീർ കാരോരിയിൽ. 6 പേരും 6 രക്ഷിതാക്കളും എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വരിക. ഇത് നമുക്ക് നൽകിയിരിക്കുന്നത് മുക്കണ്ടത്ത് സുബൈർ അവർകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ആശംസാ പ്രസംഗം അർപ്പിക്കുന്നതിന് വേണ്ടി പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറമാൻഡ് ഹോസ്പിറ്റൽ പരിപാലന കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി മജീദ് AP അബ്ദുൽ മജീദ് അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം എല്ലാം വളരെ ആഹ്ലാദപരമായ ഒരു നിമിഷത്തിലാണ് ഒത്തുചേർന്നിരിക്കുന്നത്. അൽഹംദുലില്ലാ, ആദ്യം സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ കമ്മിറ്റി നിലവിൽ വന്നിട്ട് 7 മാസമായിട്ടുള്ളൂ. ആദ്യമായി പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ നിർദ്ധരായ പെൺകുട്ടികളുടെ സമൂഹ വിവാഹം നടപ്പിൽ വരുത്താൻ കഴിഞ്ഞു. ഈ പരിപാടിയോട് സഹകരിച്ച നല്ലവരായ നാട്ടുകാർക്കും എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരു കമ്മിറ്റി പ്രതിനിധി എന്ന നിലക്ക് ഈ പരിപാടി ഇത്ര നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും ഞങ്ങളുടെ സഹകരിക്കുന്ന ഞങ്ങളുടെ വളണ്ടിയർമാരും പ്രവർത്തകരും എല്ലാവർക്കും അതിനുള്ള പ്രതിഫലം നാഥൻ നൽകുമാറാകട്ടെ. ഈ പരിപാടിക്ക് എല്ലാ രീതിയിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി പറയാൻ വേണ്ടി മുഹമ്മദ് അലി എളമേട്ടലിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
അസ്സലാമു അലൈക്കും. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്, മന്ത്രി അനിൽകുമാർ സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് അഷ്റഫിയ അറബി കോളേജിന്റെ സനദ്ദാന സമ്മേളനം ഇന്ന് വൈകിട്ട് 7 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകൾ നിർവഹിക്കുന്നു. സനദ്ദാന പ്രസംഗം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകൾ നിങ്ങളേവരെയും അഭിസംബോധന ചെയ്യുമ്പോൾ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഇന്ന് വൈകിട്ട് രാത്രി കൃത്യം 9 മണിക്ക് ശേഷം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുഗ്രഹീതനായ അധ്യക്ഷൻ കോയക്കുട്ടി മുസ്ലിയാർ ആനക്കര അവர்களுടെ നേതൃത്വത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെയും മഹത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ദിക്ർ ദുആ സമ്മേളനത്തിലേക്കും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.
ആക്കുന്നത്. ബഹുമാനപ്പെട്ട മലപ്പുറം കാളി OPM ഒത്തുക്കോയ തങ്ങൾ അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നിക്കാഹിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അദ്ദേഹമാണ്. നമ്മളിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട OPM ഒത്തുക്കോയ തങ്ങൾ അവർകളുടെ നേതൃത്വത്തിൽ നമ്മുടെ പുത്തൻപള്ളി മഹലിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലും കൂടെയാണ് നമ്മളിവിടെ നിക്കാഹ് നടത്തപ്പെടാൻ പോകുന്നത്. ഞാൻ പേര് വായിക്കുന്ന സമയത്ത് നമ്മുടെ പുതിയാപ്പിളമാരും അതേപോലെ തന്നെ അവർക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ട പെൺകുട്ടിയുടെ കുടുംബക്കാരും ഒക്കെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പേര് വായിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് ഭാഗത്ത് 6 വെള്ള തുണികൾ വിരിച്ചുകൊണ്ട് 6 സദസ്സുകൾ ഉണ്ടാക്കിയെടുക്കാനാണ് ആദ്യമായി നാം ശ്രമിക്കേണ്ടത്. അതിന് ഈ ബാക്കിലുള്ള ആൾ അബ്ദുള്ളക്കുട്ടി എന്ന കുഞ്ഞുമോൻ അബൂബക്കർ ചീരമ്പത്തയിൽ 5 മുഹമ്മദ് റാഫി കാരണം സ്ഥല അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്ന് സൗകര്യപ്പെടണമെന്ന് അറിയിക്കുന്നു. അതില് മുസ്തഫ ആലിക്കുട്ടി എന്ന കുഞ്ഞുമോൻ, അബ്ദുൽ നസീസ് അബൂബക്കർ ചീരമ്പത്തയിൽ, മുഹമ്മദ് റാഫി, മുഹമ്മദ് അലി ചിലപ്പറമ്പിൽ, നൗഷാദ് ആളുകൾ, ബഷീർ കാനൂരി, പിന്നെ അബ്ദുൽ നസീസ് ചീരമ്പത്തയിൽ, അബൂബക്കർ ചീരമ്പത്തയിൽ. അവർക്ക് നൗഷാദ് ഈ നടുക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷകരമായ അനർഘ നിമിഷത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ പള്ളിയുടെ അകത്തളത്തിൽ മഹാന്മാരായ സാധാർത്ഥ്യങ്ങളുടെയും ആലിമീങ്ങളുടെയും മുഅ്മിനീങ്ങളായ നിങ്ങളെല്ലാവരെയും സാക്ഷിത്വത്തിൽ 6
പെൺകുട്ടികൾക്ക് ഇസ്ലാമികമായ ഒരു ജീവിതം നമ്മൾ തുറന്നു കൊടുക്കാൻ പോവുകയാണ്. ഇതിന് സഹായിച്ച ധാരാളം ആളുകളുണ്ട്, പരിശ്രമിച്ച ആളുകളുണ്ട്, ബുദ്ധിമുട്ടിയ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ മഹത്തായ സംരംഭത്തിന്റെ വിജയത്തിന് വേണ്ടി ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഒക്കെ ആത്മാർത്ഥമായ അർപ്പണ ബോധത്തോടുകൂടി സഹായിച്ചവരാണ്. അല്ലാഹുവിന്റെ ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഉയർച്ചയും വളർച്ചയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നതിന് വളരെ ത്യാഗം സഹിക്കോടെ എത്തിയിരിക്കുന്നത് മലപ്പുറം മുഖാമി ബഹുമാനപ്പെട്ട മുത്തുപോയ തങ്ങളാണ്. 6 വിവാഹം 6 ഉസ്താദന്മാർ നടത്തുന്നുണ്ടെങ്കിലും ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളാണ്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ചെറിയ ഒരു ഖുതുബ തുടങ്ങുകയാണ്. അനന്തരം ഓരോരുത്തരുടെയും വിവാഹം നടക്കാൻ പോവുകയാണ്. അല്ലാഹു തആല ഈ വിവാഹം ഈ ലോകത്തും നാളെ പരലോകത്തും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس. آمين.
بالله وبارك عليكم وجمع الله بينكم في خير والطف
وعافية. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم بارك في أولادنا ولا تضرنا ولا تضرهم، ووفقنا ووفقهم لطاعتك وارزقنا برهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, തന്റെ മകളെ കെട്ടിച്ചയക്കാൻ കേവലം അവന് വേണ്ട അത്യാവശ്യം ആ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കർമ്മത്തിന് ഈ കമ്മിറ്റി ഇതിന് നേതൃത്വം നൽകി തങ്ങളുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടന്ന ഈ മഹനീയമായ ഈ മഹത്തായ ചടങ്ങ് തീർച്ചയായും ഇവിടുത്തെ കമ്മിറ്റികൾ പലതും കടന്നുപോയി, അതല്ലെങ്കിൽ നേർച്ചകളുടെ ഭാഗമായി പലതും സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും മറയാതെ നമ്മുടെ പ്രദേശങ്ങളിൽ ഇവിടെ നിലനിൽക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ ഇതിന്റെ മഹല്ല് കമ്മിറ്റിക്ക്, ഇതിന്റെ ജാറം കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിൽ ഇവിടെ വന്നു ചേർന്ന് ഞങ്ങളെ പോലെയുള്ള സഹായിക്കൊണ്ട് ഇവിടുത്തെ സഹോദരിമാർ സ്വീകരിക്കാൻ അവർ കാണിച്ച മനസ്സിന് കൂടി ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിനും ഇതിന് നേതൃത്വം നൽകിയ ഇതിന്റെ കമ്മിറ്റിക്കും ജഗദീശ്വരന്റെ എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം നൽകിയ ഇതിന്റെ കമ്മിറ്റിയെ, ഇതിന്റെ ഭാരവാഹികളെ ഒരിക്കൽ കൂടി. അടുത്തതായി സ്വർണ്ണാഭരണം കൈമാറുന്നത് പെരുമ്പടപ്പ് പുത്തൻപള്ളി ചാറമാൻ ഹോസ്പിറ്റൽ പരിപാലന കമ്മിറ്റിയുടെ പ്രസിഡന്റ് AC ഉസ്മാൻ സ്വീകരിക്കുന്നതിന് വേണ്ടി അബൂബക്കർ ചീരമ്പത്തിയിൽ അവർകളെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മളുടെ മഹല്ലി എം മൊഹിയുദ്ദീൻ മുസ്ലിയാരെ ക്ഷണിക്കുകയാണ്. വർഷം 6 ആണെങ്കിൽ അടുത്ത വർഷം 12 കുട്ടികൾക്ക് ജീവൻ നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഷോഹിദിനെ ക്ഷണിക്കുകയാണ്. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ വേദിയിലും സദസ്സിലെയും ഒരു വലിയ അംഗീകാരം നേടാൻ പോകുന്ന ഒരു വലിയ സംരംഭത്തിന്, സൽക്കർമ്മത്തിന് നാം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. സമകാലിക സമൂഹത്തിൽ മനുഷ്യന് തന്റെ മൂല്യങ്ങൾ വളരെ വലിയ രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. ദയയും കാരുണ്യവും സ്വന്തം സഹജീവിയെ അത് തന്റെ ജീവനാണെന്ന് പോലെ കരുതാൻ സാധിക്കാത്ത ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആദരണീയരായ സയ്യിദ് OP മുത്തുക്കോയ തങ്ങൾ, പുത്തപ്പള്ളി ജാറം കമ്മിറ്റി ഭാരവാഹി, എല്ലാ മഹല്ലുകളിലും ഇതുപോലെ സമ്പന്നരാവട്ടെ, നിർധനരാവട്ടെ, പള്ളി അവരുടെ ആസ്ഥാനമായ പള്ളിയിൽ വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും നിക്കാഹ് നടത്തുക, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും സമൂഹമായി നിക്കാഹ് നടത്തി വിവാഹത്തിലുള്ള ദുരാചാരങ്ങൾ മാറ്റാൻ. സ്വർണ്ണാഭരണം കൈമാറുന്നത് പെരുമ്പടപ്പ് മജീദ് മാരാത്തയിൽ സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തിന് ആദരപൂർവ്വം അല്ലാഹു അക്ബർ.
പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മാന്യരായ സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, ജഗതിയന്താവും ജഗദീശ്വരനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പാരത്രിക ലോകത്ത് അവന്റെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. 102ാമത് ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമൂഹ വിവാഹം അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി വളരെ മനോഹരമായി ഇവിടെ നടത്തപ്പെട്ടിരിക്കുകയാണ്. വേണ്ടിയാണ് വിനീതനായ ഞാൻ ഇവിടെ കയറി നിൽക്കുന്നത്. നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഏതാനും നിമിഷങ്ങൾക്കകം കേരളത്തിന്റെ ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അവർകൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം പരിപാടി വന്നത് 7 പതിയുടെ എലക്ഷൻ വന്നപ്പോൾ അന്ന് മത്സരിക്കാനുള്ള സമയത്ത് പെരുമ്പടപ്പിലെ ജനങ്ങളോട് ഒക്കെ നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ ഞങ്ങൾ പ്രസംഗിച്ചൊരു വാചകമുണ്ടായിരുന്നു. ആ വാചകം ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മഹലിലെ പാവപ്പെട്ട പെൺകുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ സമൂഹ വിവാഹം നടത്തപ്പെടുമെന്ന് 7 മാസങ്ങൾക്ക് മുമ്പ് പെരുമ്പടപ്പിന്റെ വിവിധ മേഖലകളിൽ പ്രസംഗിക്കുമ്പോഴും അതേപോലെ തന്നെ ഒരുപാട് നോട്ടീസുകൾ എട്ടും പൊട്ടും തിരിയാത്ത ആളുകളെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തളയ്ക്കുന്നത്. ഒന്നും ചെയ്യാൻ കഴിയാത്ത ദുർബലരായ ഇവരെ തെരഞ്ഞെടുത്താൽ പെരുമ്പടപ്പ് പുത്തൻപള്ളിയുടെ സ്ഥാപനങ്ങൾ കുളന്തോണ്ടും പെരുമ്പടപ്പ് പുത്തൻപള്ളിയുടെ സ്ഥാപനങ്ങൾ നശിപ്പിക്കുമെന്ന് പെരുമ്പടപ്പിന്റെ വിവിധ മേഖലകളിൽ മൈക്ക് കിട്ടി യോഗങ്ങളിൽ അതുകൊണ്ട് തന്നെ ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല, ചുരുക്കുകയാണ്. ഞങ്ങൾ ചില പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറമ്മാന്റെ ഹോസ്പിറ്റൽ പരിപാലന കമ്മിറ്റിയുടെ അഭിനന്ദനായ അധ്യക്ഷൻ പാവപ്പെട്ട ബാപ്പയുടെ മകനായി ഞങ്ങൾ കൊടുക്കുമെന്ന് ഈ സമയത്ത് പ്രഖ്യാപനം നടക്കുകയാണ്. രണ്ടാമതായി ഞങ്ങൾ കയ്യാലത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അയ്യാലത്തിന് മറ്റൊരു കാര്യം ഉൾപ്പെടുത്തുവാനുള്ളത് 90 മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞ മറ്റൊരു വാക്കായിരുന്നു പെരുമ്പടപ്പിൽ ഒരു പലിശരഹിത നിധി ഞങ്ങൾ തുറന്നുവന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും ഗത്യന്തരമില്ലാതെ ഒരു ചെറിയ കാശിന് വേണ്ടി 5000-നും 10,000-നും വേണ്ടി തൊട്ടപ്പുറത്തെ ബ്ലേഡ് സ്ഥാപനങ്ങളിലും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. പെരുമ്പടപ്പ് പുത്തൻപള്ളിയുടെ കൊഞ്ഞനം കാട്ടുന്നതിൽ എന്തു തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും എന്തു തന്നെ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നാലും 3 വർഷക്കാലം ഈ ഭരണം നിലനിർത്തുക തന്നെ ചെയ്യും. അതിനെന്റെ പ്രിയപ്പെട്ട നല്ലവരായ ചെറുപ്പക്കാരുടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, പ്രിയപ്പെട്ട ഉപ്പമാരുടെ, പ്രിയപ്പെട്ട കാതവന്മാരുടെ മുഴുവൻ സഹകരണവും മുഴുവൻ സഹായങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് നിങ്ങൾ വേണ്ടാത്തതും അതേപോലെ തന്നെ ഇല്ലാത്ത കളികളും ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് വല്ല പരാതിയോ നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ എന്ത്